ഇനി നമ്മൾ സോയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോയിൽസ് ഇൻ ജനറൽ ആൻഡ് ഇന്ത്യൻ സോയിൽ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സോയിൽ ഇൻ പർട്ടിക്കുലർ. നമ്മൾ നേരത്തെ പറഞ്ഞത് അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ടെറൈൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ ഒരു ഫാക്ടർ തന്നെയാണ് ക്ലാസിഫൈ ചെയ്യാവുന്ന, അല്ലെങ്കിൽ പല സ്ഥലത്തും പലതായിട്ട് ഡിഫറൻസസിൽ കാണപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ് സോയിൽ എന്ന് പറയുന്നത്. അതിനും പല കാരണങ്ങളുണ്ട്. അതായത് ക്ലൈമറ്റ്, പല ക്രൈറ്റീരിയയാണ് ഒരു സോയിൽ, ഒരു പർട്ടിക്കുലർ സോയിൽ ഒരു സ്ഥലത്ത് കാണാൻ പല ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് റിലീഫാണ്. അവിടെ കാണപ്പെടുന്നത് പ്ലാറ്റോ ആണോ, പ്ലെയിൻ ആണോ, അതോ ഇനി മൗണ്ടൻ ആണോ, എന്താണ് അവിടെ കാണപ്പെടുന്ന റിലീഫ് എന്നുള്ളത് പ്രധാനമാണ്. അതേപോലെ തന്നെ ക്ലൈമറ്റ് എന്താണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വെറ്റ് ക്ലൈമറ്റ് ആണോ, മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ക്ലൈമറ്റ് ആണോ, ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണോ, ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണോ, എന്താണ്. അതേപോലെ തന്നെ അവിടുത്തെ പേരൻറ്റ് മെറ്റീരിയൽ എന്താണ്, അണ്ടർലൈങ് ആയിട്ടുള്ള റോക്ക് ഏതാണ്, ഇപ്പോൾ പ്ലാറ്റോ ആണോ, അതോ ലാവ വന്ന് സോളിഡിഫൈ ചെയ്തിട്ടുള്ള പ്ലാറ്റോസ് ആണോ ഉള്ളത്, അതോ വളരെ ലൂസായിട്ടുള്ള റോക്സ് ആണോ ഉള്ളത്, മെറ്റമോർഫിക് ആണോ, ഏത് ടൈപ്പ് ഓഫ് റോക്കാണ്, സെഡിമെൻ്ററി റോക്കാണോ, എന്ത് തരത്തിലുള്ള അണ്ടർലൈങ് ഫീച്ചർ എന്താണ് എന്നുള്ളതും, അല്ലെങ്കിൽ പേരൻറ്റ് മെറ്റീരിയൽ എന്താണെന്നുള്ളതും ഒരു സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. പിന്നെ ലൈഫ് ഫോംസ്, ഇത് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ലഭിക്കുന്ന ഇൻസുലേഷൻ എത്രയാണ്, എത്രണ്ട് ചൂട് അവിടെ ഉണ്ടാവാറുണ്ട്, എത്ര പ്രസിപ്പിറ്റേഷൻ അവിടെ ഉണ്ടാവാറുണ്ട്, എന്താണ് അവിടുത്തെ കെമിക്കൽ മിക്സ്ചർ എന്താണ് പൊതുവെ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള പല ഘടകങ്ങളുണ്ട് ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സോയിലിനെ കാണാൻ. ഇനി ഈ സോയിൽ ഏതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഉണ്ടാവുന്ന വെജിറ്റേഷൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുക. നേരത്തെ നമ്മൾ ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞത് അവിടെ പ്രധാനപ്പെട്ട സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ് എന്ന് പറഞ്ഞത് പോലെ ഇവിടെ സോയിൽ ഏതാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വെജിറ്റേഷൻ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുക. സോയിൽ ഏതാണെന്ന് തീരുമാനിക്കാൻ ഈ പറഞ്ഞ ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വേണം. എന്നിട്ട് സോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സോയിലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമുക്ക് എന്താണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ എന്താണ് ചെടികൾ, ഏത് തരത്തിലുള്ള ചെടികൾ, അല്ലെങ്കിൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ സോയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ഇന്ത്യ ഈസ് ആൻ അഗ്രീറിയൻ സൊസൈറ്റി എന്നാണ് നമ്മൾ എപ്പോഴും പറയാം. മോർ ദാൻ 50% പോപ്പുലേഷനും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പം അങ്ങനെ ആവുമ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും പ്രൈം കമ്പണൻ്റ് എന്ന് പറയുന്നത് സോയിൽ തന്നെയാണ്. സോയിൽ നല്ലതായാലാണ് പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ, ഇതിനെയൊക്കെ നമുക്ക് നല്ലതാക്കാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഏക്കർ ഭൂമിയിൽ നിന്ന് നമുക്ക് ഇനഫ് ഇറിഗേഷൻ, ഇനഫ് ഫെർട്ടിലൈസർ ഒക്കെ ഇൻപുട്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആണ്. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കൂടി പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആണ്. ഇത്രയ്ക്കും ഏരിയൽ എക്സ്പാൻസ് ഉള്ള 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ജോഗ്രഫിക്കൽ എക്സ്പാൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് അതും റിസോഴ്സ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് കൂടി നമുക്ക് ഇനഫ് പ്രൊഡക്ടിവിറ്റി നേടാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്ടിവിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ പ്രൈം കമ്പണൻ്റ് എന്ന് പറയുന്നത് സോയിൽ വളരെ നല്ലതാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സോയിലിനെ നമ്മൾ വളരെ വിശദമായി സോയിലിനെ കുറിച്ച് പഠിക്കുകയും, അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് സോയിലിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അതിലുള്ള കമ്പണൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും, അതിൽ ഇനി എന്തിൻ്റെയാണ് കുറവുള്ളത്, അല്ലെങ്കിൽ ഏത് ജിപ്സം ആണോ, ലൈം ആണോ, അല്ലെങ്കിൽ NPK എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ കമ്പണൻസ് ആണോ, ഏതാണ് കുറവുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളതിന് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു റീസെർച്ച് വിങ് എന്ന് പറയുന്നത് സോയിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ സോയിൽ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. USDA ക്ലാസിഫിക്കേഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അവരുടെ ഒരു സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതല്ലാണ്ട് ഇന്ത്യയിൽ സ്പെഷ്യലി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ICAR എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ഉണ്ട്. നമ്മളുടെ ജോഗ്രഫിക്കൽ പർപ്പസസിനൊക്കെയും ഇന്ത്യ എന്ത് പരിപാടികൾ ഉന്നയിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പോളിസി കൊണ്ടുവരികയാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിലും, അതിനൊക്കെയും നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനാണ്. ICARൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ജനറലി സോയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ
ഒരു റോ ഓഫ് അല്ലെങ്കിൽ ഒരു കോളം സോയിൽ നമ്മൾ എടുക്കുകയാണ്, ഡിഗ് ചെയ്തെടുക്കുകയാണ് വിചാരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒരുപാട് ലെയേഴ്സ് ആയിട്ടാണ് സോയിലിനെ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ലെയർ എന്നല്ല സോയിലിൻ്റെ കേസിലാവുമ്പോൾ പറയാം, നമ്മളതിനെ ഹൊറൈസൺ എന്നാണ് പറയുക. ഒരു ഹൊറൈസൺ, അടുത്ത ഹൊറൈസൺ, അങ്ങനെ ഒരു ലെയർ എന്നല്ല പറയുക, ഹൊറൈസൺ എന്നാണ് പറയുക. ഏറ്റവും മുകളിലുള്ള ഹൊറൈസണിനെ നമ്മൾ ഹൊറൈസൺ എ എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞാൽ ബി, അത് കഴിഞ്ഞാൽ സി, അതും കഴിഞ്ഞ് ഏറ്റവും താഴത്ത് വരുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ പേരന്റ് റോക്ക് അല്ലെങ്കിൽ പേരന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബെഡ് റോക്ക് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും താഴത്തെ ആ ഒരു റോക്കിനെയാണ്. അപ്പോൾ ഇതൊരു സ്ട്രക്ചറൽ സോയിൽ ആണെങ്കിലാണ് ഇങ്ങനെ, അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സോയിലാണ് എങ്കിൽ, സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ബെഡ് റോക്ക് വരും, അതിൻ്റെ മുകളിൽ ഹൊറൈസൺ സി വരും, അതിൻ്റെ മുകളിൽ ഹൊറൈസൺ ബി വരും, അതിൻ്റെ മുകളിൽ ഹൊറൈസൺ എ വരും എന്നുള്ള ആ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ അതിനെ സ്ട്രക്ചേർഡ് സോയിൽ എന്ന് പറയും. ആ ഒരു രീതിക്കാണ് നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ ഹൊറൈസൺ എയിൽ ഉണ്ടാവുക ഹ്യൂമസ് കണ്ടന്റ് ആണ് അല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റ് ആണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സോയിൽ പ്രൊഫൈൽ, ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്യുന്നതിനെ സോയിൽ പ്രൊഫൈൽ എന്നും ഇതിൽ ഓരോ ലെയറിനെ നമ്മൾ ഹൊറൈസൺ എന്നും ആണ് വിളിക്കുക. അപ്പോൾ ഒരു സോയിൽ പറയുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. അത് ഗ്രാനുലാർ സോയിലായിരിക്കാം, അല്ലെങ്കിൽ ക്ലേ ആയിട്ടുള്ള സോയിലായിരിക്കാം, ലോമി സോയിലായിരിക്കാം, സാൻഡി സോയിലായിരിക്കാം. അപ്പോൾ സോയിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്സ്ചറാണ്. ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അത് എന്താണ്, കട്ടിയായിട്ടുള്ള സോയിലാണോ, വെള്ളം നനവുള്ള സോയിലാണോ, അതോ വളരെ ക്ലേ പോലെ ഇരിക്കുന്ന സോയിലാണോ, അങ്ങനെ നമുക്കൊരു ടെക്സ്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോയിലിനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് കണ്ടന്റ് ആണുള്ളത്, ഇപ്പോൾ അയൺ കണ്ടന്റ് ഉള്ള സോയിൽ, നൈട്രജൻ കണ്ടന്റ് ഉള്ള സോയിൽ, ഫോസ്ഫറസ് കണ്ടന്റ് ഉള്ള സോയിൽ, അങ്ങനെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം പലതരത്തിലുള്ള സോയിൽ ക്ലാസിഫിക്കേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു സോയിൽ പ്രൊഫൈൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതും എന്തൊക്കെയാണ് സോയിലിൽ ഉണ്ടാവുക എന്നുള്ളതും. സോയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വർഷങ്ങൾ, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വെതറിങ് ആണ് പ്രൈമറിലി. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള റോക്ക് മെറ്റീരിയൽ ഉണ്ട് വിചാരിക്കുക. ആ സോളിഡ് ആയിട്ടുള്ള പേരന്റ് ബെഡ് റോക്ക് അല്ലെങ്കിൽ പേരന്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന് പല തരത്തിലുള്ള വെതറിങ് സംഭവിച്ചിട്ട്, വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രഡേഷൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെയിലടിക്കുന്നു, നല്ല സമ്മർ സീസണിൽ വെയിലുണ്ടാവുന്ന സമയമാണെങ്കിൽ വെയിലടിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ തണുപ്പുണ്ടാവുന്നു. ഒരു സീസൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പോൾ നമ്മുടെ അവിടെ ആണെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിൽ നല്ലവണ്ണം വെയിലടിച്ചിട്ട് റോക്ക് മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യുന്നു. വെയിലടിക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, ഹീറ്റാവും, എക്സ്പാൻഡ് ചെയ്യുന്നു. അടുത്ത മഴ വരുന്ന സമയത്ത് തണുപ്പുണ്ടാവുന്നു, അപ്പോൾ അത് കോൺട്രാക്ട് ചെയ്യും. ഇങ്ങനെ ഓരോ വർഷവും ഇതിന് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞത് മാറി വരുമ്പോൾ ആ റോക്കിൽ വിള്ളലുകൾ വരും, പാളികളായിട്ട് റോക്ക് മാറും. അത്തരത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചറിന് വരുന്ന മാറ്റത്തിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുക. അത് ഫിസിക്കൽ വെതറിംഗ് ഉണ്ടാവാം, കെമിക്കൽ വെതറിംഗ് ഉണ്ടാവാം, ബയോളജിക്കൽ വെതറിംഗ് ഉണ്ടാവാം. ഇങ്ങനെ ഏത് രീതിയിലുള്ള വെതറിംഗ് വേണമെങ്കിൽ ഒരു റോക്കിന് സംഭവിച്ചിട്ടാണ് അത് പിന്നീട് സോയിലായിട്ട് മാറുന്നത്. ഫിസിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ സംഭവിച്ചിട്ട് പ്രഷർ കൂടുക, പ്രഷർ കുറയുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവുക, ടെമ്പറേച്ചർ ഡിക്രീസ് ഉണ്ടാവുക, ഇത്തരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസ്, അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. ഇനി ഈ ഏജന്റ്, ഈ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഏജന്റ്, എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടായിട്ടാവുകയാണല്ലോ ഈ പ്രഷറിൽ ചേഞ്ച് വരിക, അങ്ങനത്തെയൊക്കെ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ അത് കെമിക്കലാണെങ്കിൽ, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആസിഡ്, സോൾട്ട് ഉണ്ടായിട്ട് അത് പൊടിഞ്ഞു പോയി, എന്തെങ്കിലും ഒരു ആസിഡ് വീണിട്ട് അത് പൊടിഞ്ഞു പോയി. ആസിഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പോണൻറ്റിലും ഈ ആസിഡ് ഉണ്ടാക്കുന്ന കമ്പോണൻസ് എല്ലാം തന്നെയുണ്ട്. നമ്മൾ വരുന്ന റെയിനിലായാലും അല്ലെങ്കിൽ മണ്ണിൽ തന്നെയുള്ള മറ്റ് ഫെർട്ടിലൈസർ, നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറിലായാലും ഗ്രൗണ്ട് വാട്ടറിലായാലും ഇതിലൊക്കെയും എന്തെങ്കിലും ഒരു സോൾട്ടോ അല്ലെങ്കിൽ എസിഡിക് ആയിട്ടുള്ള കമ്പോണൻറ്റോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനോട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ മിനറലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതായത് സോളിഡ് ആയിട്ടുള്ള റോക്ക് മിനറൽസായി മാറുക, ക്രിസ്റ്റൽ സ്ട്രക്ചറിലായിട്ട് ക്രിസ്റ്റലൈൻ മിനറൽസ് ആയിട്ട് മാറുന്ന ഒരു രീതി. അത് കെമിക്കൽ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള വെതറിങ് സംഭവിക്കുകയാണെങ്കിൽ. ഇനി ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തെങ്കിലും ഒരു മരത്തിൻ്റെ വേരിറങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിൻ്റെ ഇടപെടൽ കൊണ്ടോ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൻ്റെ ഇടപെടൽ കാരണം കൊണ്ട് അതിന് വല്ല എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ സംഭവിക്കുകയാണെങ്കിൽ മിനറലൈസേഷനിലേക്ക് അത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ബയോളജിക്കൽ വെതറിങ് എന്ന് പറയും. അപ്പോൾ ഈ തരത്തിലുള്ള വെതറിങ് ഓഫ് റോക്ക് സംഭവിച്ചിട്ടാണ്, അത് 1000 of years എടുത്തിട്ട് സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മൾ സോയിൽ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് ഉണ്ടാവുന്നത്. ആ സോയിലിൽ ഗ്രാന്യൂൾസ് ഉണ്ടാവാം. ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, നമ്മൾ മണിക്കല്ല് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ വളരെ ചെറിയ കല്ലുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ വലിയ ലംസ് ഓഫ് റോക്സ് ഉണ്ടാവും, കുറച്ച് വലിയ വലിയ കട്ടയായിട്ടുള്ള കല്ലുകൾ ഉണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ വളരെ പൊടിയായിട്ടുള്ള കല്ലുകൾ ഉണ്ടാവാം, ലോം പോലത്തെ വളരെ പൊടിയായിട്ടുള്ള സബ്സ്റ്റൻസ്, ഫൈൻ ഗ്രാന്യൂൾസ് ഉണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ ഹ്യൂമസ് കണ്ടന്റ് ഉണ്ടാവാം. ഹ്യൂമസ് കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഇലകളോ അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ ആയിട്ടുള്ള ബീയിങ്സൊക്കെ നിലത്ത് വീണ് വെള്ളം തട്ടി ചീഞ്ഞിട്ട് ആ ഒരു അതിൻ്റെ പകുതി ഡീകമ്പോസ്ഡ് സ്റ്റേറ്റിലെത്തുക, അത് സോയിലിൻ്റെ കൂടെ അലിഞ്ഞു ചേരുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ കുറച്ച് കറുത്തിട്ട് മണ്ണിരേനെയൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ആ ഒരു ടെക്സ്ചർ ഓഫ് സോയിൽ, ആ ഒരു സോയിലിനാണ് നമ്മൾ ഹ്യൂമസ് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള സോയിൽ എന്ന് നമ്മൾ പറയാം. അപ്പം ഇത്തരത്തിൽ ഏത് സ്റ്റേജസിലുള്ള സോയിൽ ഏത് കണ്ടന്റ് വേണമെങ്കിൽ ഉണ്ടാവാം. ഇനി നമ്മൾ ഈ ഹൊറൈസൺ എന്ന് പറഞ്ഞില്ലേ, സോയിലിൻ്റെ പ്രൊഫൈലിൽ പേരന്റ് റോക്ക്, ഞാൻ ഈ പറഞ്ഞ വെതറിംഗ് ഒക്കെ സംഭവിക്കുന്ന റോക്ക് ഏറ്റവും അണ്ടറിലുള്ള റോക്കാണ് വിചാരിക്കുക. ഇനി ഏറ്റവും മുകളിലത്തെ ഹൊറൈസൺ എന്ന് പറയുന്നത് ഹൊറൈസൺ എ ആണ്. ആ ഹൊറൈസൺ എയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്നത് ഫൈൻ ഗ്രാന്യൂൾസ് ഓഫ് സോയിലും കൂട്ടത്തിൽ ഹ്യൂമസ് കണ്ടന്റും. ഇല വീണ് ചീഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീണ് ചീയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് സോയിലായിരിക്കും. അപ്പോൾ ആ വീണിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമസ് കണ്ടന്റ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ ബി ഹൊറൈസൺ എന്ന് പറയുന്നത് അതൊരു ഇന്റർമിക്സിങ് ഓഫ് എ ആൻഡ് സി ആണ്. എയിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വെള്ളം വീണ് സാധനങ്ങൾ താഴേക്ക് ഇറങ്ങുകയും സിയിൽ നിന്ന് മുകളിലേക്ക് സാധനങ്ങൾ പോവുകയും ചെയ്യും. അതാണ് ബി എന്ന് പറയുന്ന ഒരു ലെയർ എന്ന് പറഞ്ഞാൽ. സി എന്ന് പറയുന്ന ലെയറിൽ ഉണ്ടാവുക ഈ പേരന്റ് റോക്ക് മെറ്റീരിയലിൽ പൊടിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് സി എന്ന് പറയുന്ന ആ ഒരു ഹൊറൈസണിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ സി എന്നുള്ള മെറ്റീരിയൽ ബിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതും കാണാം. എ എന്നുള്ള മെറ്റീരിയൽ ഡിഫ്യൂസ് ചെയ്ത് താഴത്തേക്ക് വന്നാലും ബി എന്ന് പറഞ്ഞ റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഒരു സ്ട്രക്ചറൽ സോയിലിൻ്റെ ജനറൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഐക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ ഓ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ടാവും, ഓർഗാനിക് ലെയർ, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ഇത്രയും തന്നെ മനസ്സിലായാൽ നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പറഞ്ഞിരിക്കുന്ന സോയിലിൻ്റെ പ്രൊഫൈൽസ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സോയിൽസ് എവിടെയൊക്കെ കാണപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള മിനിമൽ റിക്വയർമെൻറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പീരിയഡിൽ ഇതൊക്കെ പ്രിലിംസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഏൻഷ്യൻ പീരിയഡിൽ നമ്മൾ സോയിലിനെ രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും. ഫെർട്ടൈൽ സോയിലിനെ നമ്മൾ ഉർവര എന്നാണ് പറയുക, ഉർവര എന്നാണ് പറഞ്ഞിരുന്നത്. നോൺ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ അതല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള സോയിലിനെ നമ്മൾ ഉസര എന്നാണ് പറഞ്ഞിരുന്നത്, ഉർവര ആൻഡ് ഉസര. അപ്പം അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ പണ്ടേ ഉണ്ടായിരുന്നു, വളരെ മുന്നേ തന്നെ അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ടായിരുന്നു. കാരണം അന്ന് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ സോയിൽ ഫോർ അഗ്രികൾച്ചർ. ഇന്നത്തെ പോലത്തെ അക്വാപോണിക്സോ അല്ലെങ്കിൽ മറ്റ് സോൾവെൻസിലിട്ടിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയോ അത്തരത്തിലുള്ള രീതികളൊന്നും അന്ന് കണ്ടെത്തിയിരുന്നില്ല. ഇന്നും നമുക്ക് മാസ് സ്കെയിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാസ് സ്കെയിലായിട്ട് അഗ്രികൾച്ചർ ചെയ്യാൻ അത്തരത്തിലുള്ള രീതികളില്ല. അത് റിസർച്ച് പർപ്പസിനോ അല്ലെങ്കിൽ വളരെ മിനിയേച്ചർ അല്ലെങ്കിൽ മിനിസ്ക്യൂൾ ലെവലിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാനേ ഇന്നും നമുക്ക് ആ ഒരു രീതികളൊക്കെ ടിഷ്യൂലുള്ള കൾച്ചറോ അതല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലുള്ള കൾച്ചറോ ഒക്കെ നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അക്വാപോണിക്സ് പോലുള്ള രീതികളൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ സ്മോൾ സ്കെയിൽ ആയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ലാർജ് പോപ്പുലേഷനെ ഫീഡ് ചെയ്യാനുള്ള വലിയ അഗ്രികൾച്ചറൽ പർപ്പസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ രീതിക്കൊന്നും പറ്റില്ല. ഇന്നും നമ്മൾ ഡിപ്പെൻഡൻ്റ് ഓൺ സോയിലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ പണ്ട് മുതൽക്കേ കണ്ടെത്തിയിട്ടുണ്ട്. ഫെർട്ടൈൽ ആൻഡ് സ്റ്റെറൈൽ എന്ന് പറയുന്ന ആ ഒരു രീതി നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരു സോയിലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇന്ത്യൻ സോയിലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ്. അതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ആണോ കൂടുതൽ, മെഗ്നീഷ്യം ആണോ കൂടുതൽ, അയേൺ ആണോ കൂടുതൽ, ഏത് കണ്ടന്റ് ആണ് കൂടുതൽ എന്നുള്ളത്, ഏത് എലിമെൻ്റ് ആണ് കൂടുതൽ എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ചോദ്യങ്ങൾ വരിക അത്തരത്തിലാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇത് ഏത് ഭാഗത്തൊക്കെയാണ് കാണാൻ സാധ്യതയുള്ളത്, ഇന്ത്യയിൽ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ട്, എവിടെയൊക്കെയാണ് ഇത് പൊതുവെ കാണാറുള്ളത്. അടുത്തത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
എത്രത്തോളം എന്തൊക്കെ ടെക്സ്ചറിലാണ് ഈ ഓരോ സോയിലും, അലൂവിയൽ സോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേയി ആണോ ലോമി ആണോ, എന്ത് ടെക്സ്ചറാണ് സോയിലിൻ്റെ എന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നമ്മളൊരു സോയിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയേണ്ടത്. അപ്പം അങ്ങനെ റിസർച്ച് നടത്തിയിട്ട് ഐക്കാറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 8 അവർ സോയിലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, എറിഡ് സോയിൽ, സലൈൻ സോയിൽ, പീറ്റി സോയിൽ ആൻഡ് ഫോറസ്റ്റ് സോയിൽ. 8 ക്ലാസിഫിക്കേഷൻ, 8 പേരുകളിലാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അലൂവിയൽ, ബ്ലാക്ക്, റെഡ് ആൻഡ് യെല്ലോ, ലാറ്ററൈറ്റ്, എറിഡ്, സലൈൻ, പീറ്റി ആൻഡ് ഫോറസ്റ്റ്. ഇത്രയും ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ അലൂവിയൽ സോയിൽ, അലൂവിയം എന്ന് പറഞ്ഞാൽ തന്നെ നദി എവിടുന്നോ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അലൂവിയം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം. അപ്പോൾ ഒരു നദിയുടെ തീരത്ത് അല്ലെങ്കിൽ നദിയുടെ കരകളിലായിട്ട് ഒക്കെയാണ് ഈ പറഞ്ഞ അലൂവിയൽ സോയിൽ ഉണ്ടാവുക. അത് നദി അതിൻ്റെ കോഴ്സിൽ, ആ ഒരു ഫ്ലോൻ്റെ കോഴ്സിൽ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ കോഴ്സിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള സെഡിമെൻറ്റ്സ് ക്യാരി ചെയ്ത് പല സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ വേലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുക മൗത്ത് ഓഫ് ദി റിവറാണ്. ആ റിവർ എവിടെയാണോ സിയുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ആ മൗത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെയാണ് അവിടെ ഡെൽറ്റ ഫോർമേഷൻസ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ വഴികളിലൊക്കെ, ഇത് പാസ് ചെയ്യുന്ന വഴികളിലൊക്കെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലൂവിയം എന്ന് പറയുക. അത്തരത്തിൽ അലൂവിയം ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയിനാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഭൂരിഭാഗവും. നമ്മൾ പറഞ്ഞു ഇൻഡസ് റിവർ, ഗംഗാ റിവർ, ബ്രഹ്മപുത്ര റിവർ, ഈ 3 റിവേഴ്സിൻ്റെയും കോൺഫ്ലുവൻസ് കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഈ 3 റിവേഴ്സും ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് ഇത്രയ്ക്കും ഫെർട്ടൈൽ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫെർട്ടിലിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഫെർട്ടൈൽ ആവാൻ ഈ 3 റിവേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണ് അവിടെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ എന്ന് തന്നെ പറയും. അലൂവിയൽ സോയിൽ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നോർത്തേൺ പ്ലെയിൻസിലും റിവർ വാലീസിലും ആണ് നമുക്ക് ഈ സോയിൽ കാണപ്പെടുക. ഇന്ത്യയുടെ 40% ഉള്ളത് ഈ പറഞ്ഞ അലൂവിയൽ സോയിൽ തന്നെയാണ്. കാരണമുണ്ട്, നമ്മൾക്ക് അത്രയും അധികം നദികളുണ്ട്. അപ്പോൾ ആ നദികളൊക്കെയും ഈ പറഞ്ഞ സെഡിമെൻറ്റ്സ് ക്യാരി ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ടാവാം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് 40% ഇന്ത്യയുടെ സോയിലും അലൂവിയം എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് സോയിൽ തന്നെയാണ്. ഈസ്റ്റേൺ കോസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഡെൽറ്റാസ് ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നത് ഈസ്റ്റേൺ കോസ്റ്റിലാണ്. അത് കാരണം കൊണ്ട് തന്നെ അലൂവിയൽ സോയിൽസിൻ്റെ പ്രസൻസും ഈസ്റ്റേൺ കോസ്റ്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അലൂവിയൽ സോയിൽസ് ആണ് നമ്മൾ കൾട്ടിവേഷന്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിലാണ്. വളരെയധികം ഫെർട്ടൈലാണ്, വളരെയധികം ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ. എന്താ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചറും ഇൻറ്റൻസീവ് അഗ്രികൾച്ചറും ഉണ്ട്. എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗത്തെ, കുറേ സ്ഥലത്തേക്ക് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. അതിനാണ് എക്സ്റ്റെൻസീവ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ 10 ഏക്കർ 20 ഏക്കറിൽ കൾട്ടിവേറ്റ് ചെയ്യുക. എന്നാൽ ആ 10 ഏക്കറിൽ 20 ഏക്കറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ഇൻറ്റൻസീവായിട്ട് 2 ഏക്കറിലോ 5 ഏക്കറിലോ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഇൻപുട്ട് കൊടുക്കുന്നത് നല്ല ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ആക്റ്റീവ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക, വളരെയധികം ഇറിഗേഷൻ ചെയ്യുക, ബെസ്റ്റ് ക്വാളിറ്റി സീഡ്സ് ഉപയോഗിക്കുക, ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൾട്ടിവേഷൻ മാത്രമല്ല, വർഷത്തിൽ 2 തവണയാണ് കൾട്ടിവേറ്റ് ചെയ്യണതെങ്കിൽ വർഷത്തിൽ 3 തവണ കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ 2 സീസണിലാണ് നമ്മൾ എന്താ പറയുക, വിത്ത് വിതച്ചിട്ട് 2 സീസണിലാണ് നമ്മൾക്ക് കൊയ്ത്തുള്ളത്. എന്നാൽ അത് വേണമെങ്കിൽ 3 സീസണിൽ നമുക്ക് കൊയ്ത്തുണ്ടാക്കാൻ പറ്റും. അത് ഇൻറ്റൻസീവ് കൾട്ടിവേഷനാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ. അലൂവിയൽ സോയിലാണ് ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ. നമ്മൾ പറയുന്ന 600 വർഷം 700 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 500-600 വർഷങ്ങളായിട്ട് നമ്മൾ ഇതേ സോയിലാണ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ടും ഇന്നും നമുക്ക് അതേ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത്രയും എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പം അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ് അലൂവിയം സോയിൽ അല്ലെങ്കിൽ അലൂവിയം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ലോമി ടു ക്ലേയി, സാൻഡി ലോം ടു ക്ലേയി ആയിട്ടുള്ളൊരു ക്ലേയി. കുറച്ച് നമുക്കറിയാം പാടത്തെ മണ്ണ് എങ്ങനെ ഉണ്ടാവുക, കുറച്ച് ഇങ്ങനെ ക്ലേ പോലെ തന്നെ ഉണ്ടാവുക, കുറച്ച് കളിമണ്ണ് പോലെ തന്നെയാണ് പാടത്തെ മണ്ണ് കൂടുതലും ഉണ്ടാവുക. അപ്പം അത്തരത്തിൽ സാൻഡി ലോം ടു ക്ലേയി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് നമ്മുടെ ഈ ഒരു അലൂവിയം സോയിലിന് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പൊതുവെ
പൊട്ടാഷ് റിച്ച് ആയിട്ടുള്ള ഒരു സോയിലാണ്. ഫോസ്ഫറസ് വളരെ കുറവും എന്നാൽ പൊട്ടാഷ് വളരെ ഹൈ ആയിട്ടും കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇനി പറയുമ്പോൾ ഒരു ടെർമിനോളജിയും കൂടെ പറയണം. അതായത് ഈ ഗംഗാ നദി ഒഴുകുന്നതിൻ്റെ രണ്ട് സൈഡിൽ ഫ്ലഡ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സൈഡിലേക്കും എന്ത് ചെയ്യും, ഈ അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത അലൂവിയൽ സോയിൽസ് താഴെയും പുതിയതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലായിട്ട് സെഡിമെന്റഡ് ആവുകയും ചെയ്യും. ആ മുകളിലായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള അലൂവിയത്തിനെയാണ് നമ്മൾ ഖാദർ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഖാദർ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അതിനെയാണ് നമ്മൾ ന്യൂ അലൂവിയം അല്ലെങ്കിൽ ഖാദർ എന്ന് വിളിക്കുക. ഓൾഡർ അലൂവിയത്തിനെ നമ്മൾ ഭാങ്കർ എന്നും വിളിക്കും. BHANGAR ഭാങ്കർ എന്നും വിളിക്കും. ഖാദർ പറഞ്ഞാൽ KHADAR. പുതിയ അലൂവിയത്തിനെ ഖാദർ എന്നാണ് വിളിക്കുക. അപ്പം ഇതൊരു കാര്യമാണ്. പിന്നെ അല്ലാണ്ട് അതിൽ ഈ കങ്കാറസ് എന്ന് പറഞ്ഞാൽ KANKARS കങ്കാറസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺക്രിക്കേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കോൺക്രീഷൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ കട്ട പോലെ, കാൽഷ്യത്തിൻ്റെ കട്ട പോലെ ഉണ്ടാവും. നമ്മൾ ഈ പാടത്ത് കുറച്ചൊന്നും ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്ത് ഇങ്ങനെ മൺകട്ടകൾ കാണില്ലേ, അതുപോലെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള മണ്ണ് കട്ട പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അതിനെയാണ് കങ്കാറസ് എന്ന് പറയുക. കോൺക്രീഷൻസ് ഓഫ് കാൽഷ്യം, കാൽക്കേരിയസ് കോൺക്രീഷൻസ് എന്നും പറയാം. അത്തരത്തിലുള്ള അതിനെയാണ് നമ്മൾ കൺകാർസ് എന്ന് പറയും. ഇതൊക്കെയാണ് ഫീച്ചർ ഓഫ് അലൂവിയം എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. പൊട്ടാഷ് റിച്ച് ആണ്, ഫോസ്ഫറസ് വളരെ കുറവാണ്, ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണിത്. ഖാദർ എന്താണ്, ഭാങ്കർ എന്താണ്, കങ്കാർസ് എന്താണ്, ഇത്രയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ 40% ഓഫ് ഇന്ത്യ ഇസ് അണ്ടർ അലൂവിയൽ സോയിൽ. അപ്പം ഇത്രയാണ് അലൂവിയൽ സോയിലിൻ്റെ പ്രത്യേകത. അടുത്ത സോയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്. ഇത് കാണപ്പെടുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു. അലൂവിയൽ സോയിൽ കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നോർത്തേൺ പ്ലെയിൻസിൽ, അധികവും നോർത്തേൺ പ്ലെയിൻസിലാണ് ഇത് കാണാറ്. ആൻഡ് റിവർ വാലി, എവിടെയൊക്കെ റിവർ ഉണ്ടോ റിവറിൻ്റെ വാലീസിലും ഈസ്റ്റേൺ കോസ്റ്റിലുള്ള ഡെൽറ്റൈക് റീജിയനിലും ഇവിടെയൊക്കെയാണ് അലൂവിയം കാണാൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് ആൻഡ് സം പാർട്സ് ഓഫ് തമിഴ്നാട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് ആൻഡ് സം ഓഫ് തമിഴ്നാട്. ഈ റീജിയനിലാണ്, ഡെക്കാൻ പ്ലാറ്റൂവിൻ്റെ റീജിയനിലാണ് ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടാറ്. ഈ ബ്ലാക്ക് സോയിലിനെയാണ് നമ്മൾ റെഗൂർ എന്ന് പറയുക. റെഗൂർ സോയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലിനെയാണ്. ഇത് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും പറയും. ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ അങ്ങനെ പറയാൻ കാരണം കോട്ടൺ ഏറ്റവും റിച്ച് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആന്ധ്രാപ്രദേശും ഗുജറാത്തും. ഏറ്റവും നല്ല കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്താണ്. അപ്പോൾ ഈ റീജിയനിലാണ് ഈ സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും. അപ്പോൾ ഇതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ, കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സോയിലാണ്. ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഡീപ്പ് സോയിലാണ് ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജനറലി ക്ലേയി ആയിട്ടുള്ള സോയിലാണ്. ക്ലേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് വളരെ അധികം, പതുക്കെ മാത്രമാണ് മോയ്സ്ചർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുള്ളൂ ഈ ഒരു ടൈപ്പ് ഓഫ് സോയിൽ എന്ന്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലേയി ആയിട്ടുള്ള സോയിലാണ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ അധികമാണ്. പതുക്കെയാണ് ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടറിനെ റിലീസ് ചെയ്യുള്ളൂ, മോയ്സ്ചർ ആക്കിയിട്ട് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത് ഡ്രൈ സീസൺ ആവുമ്പോൾ പൊതുവെ ഈ കട്ടകളായിട്ട് ഇങ്ങനെ വിള്ളൽ വന്ന പോലെ, സോയിലിൽ വിള്ളൽ വന്ന പോലെയുള്ള ഫീച്ചർ നമുക്ക് ഈ ഒരു സോയിലിൽ കാണാൻ പറ്റും. ബ്ലാക്ക് സോയിലിൽ അത്തരത്തിൽ വിണ്ട പോലെയുള്ള ഒരു ഫീച്ചർ നമുക്ക് പാടത്തൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷേ എക്സാക്ട്ലി അതല്ല, അതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലുള്ള വിള്ളലുകൾ, ക്രെവിസസ് തന്നെ പാടത്ത് കാണപ്പെടുന്ന രീതിയിൽ അത്തരത്തിൽ വിണ്ടു പോകുന്നൊരു സിറ്റുവേഷൻ ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽസിന് പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതിനാണ് നമ്മൾ സെൽഫ് പ്ലോവിങ് എന്ന് പറയാം. തന്നെ ഉഴുന്ന ആ ഒരു രീതി, സെൽഫ് പ്ലോവിങ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഈ ബ്ലാക്ക് സോയിലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് കാണുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് ബ്ലാക്ക് സോയിലിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ലൈമ്, അയൺ, മെഗ്നീഷ്യ ആൻഡ് അലുമിന. ഈ 4 കണ്ടന്റാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പൊതുവേ ഇതിൻ്റെ കളർ ബ്ലാക്ക് എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കളർ ഗ്രേ ടു ബ്ലാക്ക്, ആ ഒരു ഷെയ്ഡിലാണ് പൊതുവേ നമുക്ക് ഈ ഒരു സോയിലിനെ കാണാൻ സാധിക്കുന്നത്. അപ്പം അത്രയാണ് ബ്ലാക്ക് സോയിലിൻ്റെ ഫീച്ചേഴ്സ്. ഇത് കാണപ്പെടുന്നത് ഗുജറാത്ത്, മധ്യപ്രദേശ്, ആ ഒരു ഡെക്കാൻ പ്ലാറ്റുള്ള റീജിയനിലൊക്കെ നമുക്കിതിനെ കാണാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്ര ഈ ഒരു റീജിയനിലൊക്കെയും നമുക്ക്
ബ്ലാക്ക് സോയിൽ കാണാൻ സാധിക്കും. റിച്ച് കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ നടക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെങ്കിൽ റെഗുർ സോയിൽ എന്നാണ് വിളിക്കുന്നത്. റെഗുർ REGUR റെഗുർ സോയിൽ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് റെഡ് ആൻഡ് യെല്ലോ സോയിൽ. റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത് ജനറലി ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള റെഡ് ആൻഡ് യെല്ലോ സോയിൽസ് തന്നെയാണ്. വളരെ ലോ ആയിട്ടുള്ള റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ ഈ ഒരു റെഡ് യെല്ലോ സോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ലോ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് ഡെക്കാൻ പ്ലാറ്റൂവിൻ്റെ ഈസ്റ്റേൺ സൈഡും സദേൺ സൈഡും, ഈസ്റ്റേൺ സൈഡ് ഓഫ് ഡെക്കാൻ പ്ലാറ്റും സദേൺ സൈഡ് ഓഫ് ഡെക്കാൻ പ്ലാറ്റൂവിലുമാണ് പൊതുവേ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സോയിൽ കാണാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ലോമി ടെക്സ്ചറാണ്. റെഡ് ലോമി സോയിലാണ്. പൊതുവെ നമ്മളിതിനെ അങ്ങനെ ലോം ആണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗാഞ്ചറ്റിക് പ്ലെയിനിൻ്റെ മിഡിൽ ഭാഗം, ഒഡീഷ, ഛത്തീസ്ഗഡ് ഒക്കെ ഈ തരത്തിലുള്ള സോയിൽ. ഇതിൻ്റെ ഒരു പിക്ചർ, ഓരോ സോയിലിൻ്റെ എവിടെയൊക്കെയാണ് ഓരോ സോയിലും കാണപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ നമ്മൾ PDF ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ക്ലാരിറ്റി ഉണ്ടാവും. ലൊക്കേഷൻ എവിടേക്കാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു മാപ്പ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗുജറാത്തല്ല, ഒഡീഷ, ഛത്തീസ്ഗഡ് ഈ ഒരു റീജിയനിലൊക്കെയാണ് നമുക്ക് ഇതിനെ പൊതുവെ കാണപ്പെടാറ്. ഇതിൽ റെഡ് കളർ വരാൻ കാരണം അയേൺ കൂടുതൽ കണ്ടന്റ് ഉള്ളതാണ്. അയേൺ കണ്ടന്റ് വളരെ കൂടുതലുണ്ടെങ്കിൽ റെഡ് കളറാണ് പൊതുവെ കാണുക. ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലുള്ള അയേൺ ഉണ്ടെങ്കിൽ റെഡ് കളർ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ആ ഒരു കുഴപ്പമുണ്ട്. ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ, അതായത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ, അയൺ കണ്ടന്റ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് യെല്ലോ കളറിലാണ് അപ്പിയർ ചെയ്യുക. അതാണ് കാര്യം. ക്രിസ്റ്റലൈൻ ആയിട്ട് അയൺ കിടക്കുകയാണെങ്കിൽ, അതായത് ലെസ് ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അത് റെഡ് കളറും, ഹൈഡ്രേറ്റഡ് ആയിട്ടാണെങ്കിൽ അത് യെല്ലോ കളറിലുമാണ് അപ്പിയർ ചെയ്യുക. അതിൽ തന്നെ ഫൈൻ ഗ്രെയിൻ ആയിട്ടുള്ള സോയിലാണെങ്കിൽ അത് ഫെർട്ടൈലാണ്. അതായത് വളരെ പൊടിയായിട്ടുള്ള സോയിലാണെങ്കിൽ അത് ഫെർട്ടൈലും, ഗ്രെയിൻസ് ആയിട്ടുള്ള കുറച്ചിങ്ങനെ ഗ്രാനുലാർ സ്ട്രക്ചർ ആയിട്ടുള്ളതാണെങ്കിൽ അത് സ്റ്റെറൈൽ ആയിട്ടുള്ള സോയിലും ആണ്. ഓർ പുവർ ഇൻ ഫെർട്ടിലിറ്റി ആണ്. ഇനി ഇതിലുള്ള കണ്ടന്റ്സ് നമ്മൾ പറഞ്ഞു, അയൺ ആണ് പ്രധാനമായിട്ടുള്ള കണ്ടന്റ്. ആൻഡ് ഇല്ലാത്ത കണ്ടന്റ് പറഞ്ഞാൽ നൈട്രജൻ ഇല്ല, ഫോസ്ഫറസ് ഇല്ല, ഹ്യൂമസ് ഒട്ടും തന്നെ ഇല്ലാത്തൊരു സോയിലാണിത്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഴുകി വീണ ഇലകളൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഹ്യൂമസ് എന്ന് പറയുക. അത് ഒട്ടും തന്നെ ഇല്ലാത്തൊരു സോയിലാണ് റെഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റെഡ് യെല്ലോ സോയിലിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് ലാറ്ററൈറ്റ് സോയിലിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാം. ലാറ്ററൈറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളുടെ കേരളത്തിൻ്റെ കോസ്റ്റിലൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ലേറ്റർ എന്നുള്ളൊരു വാക്കിൽ നിന്ന് വന്നതാണ്. ലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രിക്ക് ഉണ്ടാക്കുന്നത് പൊതുവെ ഈ സോയിലിൽ നിന്നാണെന്നാണ് വയ്പ്പ്. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് വളരെ അധികം ടെമ്പറേച്ചറും, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലാവും. കാരണം ഈ ഒരു റീജിയനെ നമ്മൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ റീജിയനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വളരെ ഹൈ ടെമ്പറേച്ചറും എന്നാൽ ഹൈ റെയിനും, ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ലാറ്ററൈറ്റ് സോയിൽസ് ഉണ്ടാവുക. അപ്പോൾ അതെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു മലബാർ കോസ്റ്റിൽ ഹൈ ടെമ്പറേച്ചറാണ്, 22 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലാണ്. ആൻഡ് 200 സെൻറ്റിമീറ്റർ പെർ ആനം അതിലും കൂടുതലാണ് റെയിൻഫോൾ. അപ്പോൾ ഈ റീജിയൻസിൽ തന്നെയാണ് എന്തുണ്ടാവുക, ലാറ്ററൈറ്റ് സോയിലും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കേരള കോസ്റ്റ് അല്ലെങ്കിൽ കേരള ആ റീജിയൻ, മലബാർ കോസ്റ്റ്, സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇവിടെയൊക്കെയും കാണുന്നത് ലാറ്ററൈറ്റ് സോയിൽ തന്നെയാണ്. അപ്പോൾ കാണപ്പെടുന്ന റീജിയൻ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു. ഇനിയുള്ളത് ഇതിൽ ഓർഗാനിക് മാറ്റർ വളരെ കുറവായിരിക്കും. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹ്യൂമസ് കണ്ടന്റ് ഒക്കെ വളരെ കുറവായിട്ടുള്ള സോയിലാണ്. നൈട്രജൻ അതും കുറവാണ്. ഫോസ്ഫേറ്റ്, കാൽഷ്യം ഇതൊക്കെ കുറവായിട്ടുള്ള ഒരു മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. നൈട്രജൻ, ഫോസ്ഫേറ്റ്, കാൽഷ്യം ആൻഡ് ഓർഗാനിക് കണ്ടന്റ് ഇതൊക്കെ കുറവാണ്. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഓക്സൈഡ് ഉണ്ടാവും, പൊട്ടാഷ്, ഇത് രണ്ടും വളരെ കൂടുതലായിട്ട് കാണാറുമുണ്ട്. പൊട്ടാഷ്യം, അയൺ ഓക്സൈഡും. പൊട്ടാഷ് കൂടുതലുള്ള മറ്റൊരു സോയിലിൻ്റെ പേരും നമ്മൾ പറഞ്ഞു, അലൂവിയൽ സോയിലും പൊട്ടാഷ് വളരെ കൂടുതലുള്ളൊരു ടൈപ്പ് ഓഫ് സോയിലാണ്. അതേപോലെ തന്നെ ലാറ്ററൈറ്റ് സോയിലും പൊട്ടാഷ് വളരെ കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് സോയിലാണ്. ആൻഡ് അയൺ ഓക്സൈഡും റെഡ് ആൻഡ് യെല്ലോ സോയിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിൽ അയൺ കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ ലാറ്ററൈറ്റ് സോയിലും അയൺ കണ്ടന്റും പൊട്ടാഷുമാണ് കൂടുതലായിട്ട് കാണാറ്. ഇനി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള,
ഇവിടെയൊക്കെയാണ് ഇത് കാണാറ്, നമ്മൾ അത് പറഞ്ഞ കാര്യമാണ്. അതിൽ ഇത് ഉപയോഗിക്കുന്നത് കാഷ്യൂനട്ടിൻ്റെ കൾട്ടിവേഷനാണ്. ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് ഇത് സൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് കാഷ്യൂനട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്രൈം ഇക്കണോമിക്കൽ ആക്ടിവിറ്റിയിൽ പെടുന്ന ഒരു കാര്യമാണ് കാഷ്യൂ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. കാഷ്യൂ ഒരു പ്ലാന്റൻ ക്രോപ്പാണ്. അപ്പോൾ പ്ലാന്റൻ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ പൊതുവേ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇതിൽ ഫെർട്ടിലൈസർ, ഈക്വലി എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫലഭൂയിഷ്ടമാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായത്. നമ്മളിവിടെ കൃഷിയുണ്ട്, ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷിയും നമ്മളും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വേണ്ട ഫെർട്ടിലൈസർ വേണ്ട സ്ഥലത്ത് വേണ്ടത്ര അളവിൽ കൊടുത്തിട്ടാണ് നമ്മൾ ആ കൾട്ടിവേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാറ്ററൈറ്റ് സോയിലിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനിയാണ് എറിഡ് സോയിൽസിനെ കുറിച്ച് പറയാനുള്ളത്. എറിഡ് എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവുള്ളത് എന്നാണ് അർത്ഥം. വെള്ളം വളരെ കുറവായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളെ, ആ റീജിയനെയാണ് നമ്മൾ എറിഡ് റീജിയൻസ് എന്ന് വിളിക്കുക. മോസ്റ്റ്ലി ഡെസേർട്ടിഫൈ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റീജിയൻസ്, അതിനെയാണ് എറിഡ് റീജിയൻസ് എന്ന് പറയാം. എറിഡ് സോയിൽ എന്ന് പറയുന്നത് റെഡ് ടു ബ്രൗൺ ഇൻ കളറാണ്. റെഡ് ടു ബ്രൗൺ ഇൻ കളർ, റെഡ് കളർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അയൺ കണ്ടന്റ് ഉള്ള കാരണം കൊണ്ടാണ്. റെഡ് ടു ബ്രൗൺ ഇൻ കളറാണ്. പിന്നെയുള്ള അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അത് സാൻഡിയാണ് ടെക്സ്ചർ. ആ സോയിലിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് സാൻഡി ടെക്സ്ചറാണ്, സാൻഡ് പോലെ ഇരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഗുജറാത്തിൻ്റെ നോർത്ത് പോർഷനും രാജസ്ഥാൻ്റെ പോർഷനും ആലോചിച്ചാൽ മതി. അത് അത്തരത്തിലുള്ള എറിഡ് സോയിൽസ് ആണ്. ഇനി ഇതിലുള്ള വേപ്പർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് മൊത്തവും ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ ആവും. അപ്പോൾ എന്തുണ്ടാവും, ഇതിൽ സോൾട്ട് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് ജനറലി തന്നെ സലൈനിറ്റി വളരെ കൂടിയിട്ടുള്ള ഒരു റീജിയനാണ്. പോരാത്തതിന് ഇവാപ്പറേഷൻ ചെയ്ത് സോൾട്ട് അതിൽ റിമെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പം അത്തരത്തിൽ വെറുതെ ഇട്ടാൽ തന്നെ അതിനകത്ത് സോൾട്ട് കണ്ടന്റ് വളരെയധികം ഉള്ള ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് എറിഡ് സോയിൽ എന്ന് പറയുന്നത്. ഹൈ ഇവാപ്പറേഷൻ റേറ്റ്. അപ്പോൾ അതിൽ മോയ്സ്ചർ വളരെ കുറവായിരിക്കും. മോയ്സ്ചർ ഇല്ലെങ്കിൽ എന്തും ഉണ്ടാവില്ല, ഹ്യൂമസ് കണ്ടന്റ് ഉണ്ടാവില്ല. ഡീകമ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെള്ളം വേണം. ആ ഒരു അഴുകിയ ആ ഒരു ഇലകളിങ്ങനെ അഴുകി നിൽക്കുന്ന ആ ഒരു സംവിധാനം വേണം എന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ഒരു രീതി ഉണ്ടാവുള്ളൂ. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഹ്യൂമസ് കണ്ടന്റും ഈ തരത്തിലുള്ള സോയിലിൽ നമുക്ക് ഒട്ടും കാണാൻ സാധിക്കില്ല. പിന്നെ നൈട്രജൻ ഇല്ലാത്തതാണ്. ഫോസ്ഫേറ്റ് നോർമൽ എമൗണ്ടിൽ ഫോസ്ഫേറ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൽ കങ്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞു കാൽഷ്യം റിച്ച് ആയിട്ടുള്ള, നമ്മൾ സോൾട്ട് എന്ന് പറഞ്ഞു, സോൾട്ട് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഗ്രാന്യൂൾസ്, കങ്കാർസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് ഇത്തരത്തിലുള്ള സോയിലാണ് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. കങ്കാർസ് ഉള്ള കാരണം കൊണ്ട് തന്നെ അതിങ്ങനെ കട്ട പിടിച്ചിട്ട് കുറച്ച് താഴത്തെ ലെയറിൽ ഹൊറൈസൺ ബിയിലോ ഒക്കെ കട്ട പിടിച്ച് നിൽക്കുന്ന കാരണം കൊണ്ട് വെള്ളം ഊർന്നിറങ്ങി താഴത്തേക്ക് ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടറിന് അത് ബുദ്ധിമുട്ടാണ്. ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെ ലെയറിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഊർന്ന് താഴത്തെ ലെയറിലേക്ക് എത്തുക. അതിനാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുക. ആ ഇൻഫിൽട്രേഷൻ അനുവദിക്കില്ല ഇങ്ങനൊരു കങ്കാറിൻ്റെ ലെയറുള്ള കാരണം കൊണ്ട്. അപ്പോൾ ആ വെള്ളം എന്താ പറയുക, താഴത്തെ ലെയറിൽ വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് വെസ്റ്റേൺ രാജസ്ഥാനാണ് ഇത് കാണപ്പെടുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത്. സം ഓഫ് നോർത്തേൺ ഗുജറാത്തും. അപ്പോൾ ഇതിൽ ഓർഗാനിക് കണ്ടന്റ് പൊതുവേ ഇല്ല, ഹ്യൂമസ് കണ്ടന്റും ഉണ്ടാവാറില്ല. ഇത്രയാണ് എറിഡ് സോയിൽസിൻ്റെ പ്രത്യേകത. സലൈൻ കണ്ടന്റാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. റെഡ് കളറിലാണ് പൊതുവേ കാണാറ്. റെഡ് ടു ബ്രൗൺ കളറിലാണ് ഈ ഒരു സോയിലിനെ നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തത് സലൈൻ സോയിൽസ് തന്നെയാണ്. ഇപ്പം നമ്മൾ എറിഡ് സോയിൽസിലെ സലൈൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ടോട്ടലി സലൈൻ ആയിട്ടുള്ള സോയിൽസ്. സലൈൻ സോയിൽസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സലൈനിറ്റി ഉള്ള സോയിൽസിന്റെ കാര്യമാണ്. ഇനി സലൈൻ സോയിൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി സലൈൻ ആയിട്ടുള്ള സോയിൽസ് ഇൻ വിച്ച് ദർ ഇസ് റിച്ച് കണ്ടന്റ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം. ഈ 3 കണ്ടന്റാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. സോൾട്ട് കാരണം വളരെ പുവറായിട്ടുള്ള ഡ്രെയിനേജ് അല്ലെങ്കിൽ വളരെ പുവറായിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റാണ് ഇതിലുണ്ടാവുക, ഇത്തരത്തിലുള്ള സോയിൽസിലുണ്ടാവുക. ആൻഡ് മാത്രമല്ല ഡ്രൈ ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഇത്രയും സലൈൻ ആയത്. ഇത് കാണപ്പെടുന്ന റീജിയൻ എന്ന് പറയുന്നത് സെമി എറിഡ് റീജിയൻ, എറിഡ് സെമി എറിഡ് റീജിയൻസിൽ ഇതിനെ കാണപ്പെടും. ഉദാഹരണത്തിന് വെസ്റ്റേൺ ഗുജറാത്ത്, പിന്നെ ഈസ്റ്റേൺ കോസ്റ്റിലെ ചില ഡെൽറ്റായിക് റീജിയനിലുണ്ടാവും. റാൻ ഓഫ് കച്ചിലാണ് നമ്മുടെ സോൾട്ട് പാൻസ് ഉള്ളത്. റാൻ ഓഫ് കച്ചിൻ്റെ റീജിയനിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ
ഇനഫ് അളവിൽ നമ്മൾ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, വെള്ളം നമ്മൾ ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോയിലും നമുക്ക് വേണമെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. പഞ്ചാബ് ഹരിയാന റീജിയനിലും കുറച്ച് ഈ തരത്തിലുള്ള സോയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ജിപ്സം ആഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സോയിൽ കൾട്ടിവബിൾ ആക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാവുന്ന പ്രൊവിഷൻ ഉണ്ട്. നൈട്രജനൊക്കെ ഇതിൽ വളരെ കുറവായിരിക്കും, നൈട്രജനും കാൽഷ്യവും ഒക്കെ കുറവ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ കൾട്ടിവബിൾ ആക്കി നമ്മൾ മാറ്റുകയാണ് പൊതുവെ ചെയ്യാം. അടുത്തൊരു ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് പീറ്റി സോയിലാണ്. അല്ലെങ്കിൽ പീറ്റ് ബോഗ് അല്ലെങ്കിൽ പീറ്റി സോയിൽ എന്ന് പറയുന്നത് ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലം, എന്നാൽ ഈ പറഞ്ഞ ഹ്യൂമസ് കണ്ടന്റ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലം, അത്തരത്തിലുള്ള സോയിലാണ് നമുക്ക് പീറ്റി സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുക. അത് വെജിറ്റേഷൻ ഓട്ടോമാറ്റിക്കലി ഒരുപാട് നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ടാവും. അതിന്ന് ഇല പൊഴിഞ്ഞ് അത് വെള്ളത്തിൽ കുതിർന്ന് അതിനെ ആകെ ആ ഒരു അഴുകിയ രീതിയിലുള്ള ടോപ്പ് സോയിൽ മൊത്തവും ഉണ്ടാവുക ആ ഒരു അഴുകിയ ഇലയുടെ പ്രസൻസ് ആയിരിക്കും. അത്തരത്തിലുള്ള ഹ്യൂമസ് ഉണ്ടാവുന്നത് സോയിലിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എക്സസ് ഓഫ് ഹ്യൂമസ് എന്ന് പറയുന്നത് പിന്നീട് ഫർദർ വെള്ളം താഴത്തേക്ക് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ സോയിലിനെ തന്നെ ആ ഒരു സോയിലിന്റെ പ്രസൻസ് കാണുന്നതോ ഹിൻഡറൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എക്സസ് ഓഫ് ഹ്യൂമസും പാടില്ല, ലാക്ക് ഓഫ് ഹ്യൂമസും പാടില്ല, അഡക്വറ്റ് ഓഫ് ഹ്യൂമസ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പീറ്റി സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കൾട്ടിവബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. കാരണം വെജിറ്റേഷൻ കൂടിയിട്ട് താഴത്ത് ഇല വീണിട്ട് അതാകെ അഴുകിയ രീതിയിലായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഓർഗാനിക് മാറ്റർ ഇവിടെ 40 to 50% വരെ ഇത്തരത്തിലുള്ള പീറ്റി സോയിലിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടാവും എന്നാണ് നമുക്കറിയാം. ഉത്തരാഞ്ചൽ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒറീസ, തമിഴ്നാടു, കോസ്റ്റൽ ഏരിയാസ് ഓഫ് വെസ്റ്റ് ബംഗാൾ, ഒറീസ, തമിഴ്നാട്, ഈ റീജിയനിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സോയിൽ കാണാൻ കഴിയുക. ഉത്തരാഞ്ചൽ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒറീസ ആൻഡ് തമിഴ്നാടു, ഈ റീജിയനിലാണ് നമുക്ക് പീറ്റി സോയിലിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. അടുത്തത് ഫോറസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് പൊതുവെ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന സോയിൽ, റെയിൻഫോളും സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഉള്ള ഒരു ഏരിയയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന സോയിലിനെയാണ് നമ്മൾ ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുക. ലോമി ആൻഡ് സിൽട്ടി ആയിട്ടുള്ള സോയിലാണ്, സിൽട്ട് പോലത്തെ ഉള്ള കണ്ടന്റ് ഉള്ള സോയിലാണ്. അതേപോലെ കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലും ഉണ്ടാവും. വാലി സൈഡിൽ ലോമി ആൻഡ് സിൽട്ട്, മുകളിൽ എത്തുന്തോറും കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ ഉണ്ടാവും. അത്തരത്തിൽ എലിവേഷൻ ഉള്ള ഫോറസ്റ്റ് ആണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഫോറസ്റ്റ് സോയിൽ എന്ന് നമ്മൾ പറയാം. എസിഡിക് സോയിലാണ്, ഹ്യൂമസ് കണ്ടന്റ് വളരെ കുറവാണ്. എസിഡിക് ആയിട്ടുള്ള സോയിലാണ്, അപ്പോൾ ഹ്യൂമസ് കണ്ടന്റും വളരെ കുറവാണ്. സോയിലിന് അസിഡിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി അല്ല, അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാലി സൈഡിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള, അതായത് താഴ്വാരയുടെ ഭാഗങ്ങളിൽ നമുക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും ഇത്തരത്തിലുള്ള ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ടെക്സ്ചർ, നേച്ചറൊക്കെ അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അലൂവിയൽ സോയിലിനെ കുറിച്ച് പറഞ്ഞു, ബ്ലാക്ക് സോയിലിനെ കുറിച്ച് പറഞ്ഞു, റെഡ് ആൻഡ് യെല്ലോ സോയിലിനെ കുറിച്ച് പറഞ്ഞു, ലാറ്ററൈറ്റ്, എരിഡ്, സലൈൻ, പീറ്റി ആൻഡ് ഫോറസ്റ്റ് സോയിൽ. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറേ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇന്ത്യ മാപ്പിൽ ഇത്തരത്തിൽ എവിടെയൊക്കെയാണ് സോയിൽസിനെ കാണുക എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനും ചെയ്തിട്ടുണ്ട്. ഇനി സോയിൽ പറയുമ്പോൾ നമുക്ക് സോയിലിൻ്റെ പ്രോബ്ലംസ്, സോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കണം. സോയിൽ ഡീഗ്രഡേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ. അതിൻ്റെ നാച്ചുറൽ ക്വാളിറ്റി എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് എ സോയിൽ ഉണ്ടാവില്ല, അതിനാണ് ഡീഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രണ്ട് പ്രൊഡക്ടിവിറ്റി അലൂവിയൽ സോയിൽ നിന്ന് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അത് കിട്ടാത്തൊരവസ്ഥയാണ് ഡീഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ എന്ന് പറയുക, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക. അതാണ് സോയിൽ ഡീഗ്രഡേഷൻ. അടുത്തത് എന്ന് പറഞ്ഞത് സോയിൽ ഇറോഷനാണ്, മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ണ് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലാണ് വെള്ളം ഊർന്ന് താഴേക്ക് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ടേബിളിലേക്ക് വെള്ളം എത്തിക്കുള്ളൂ. അപ്പോൾ ആ ഒരു മണ്ണൊലിച്ച് പോയി കഴിഞ്ഞാൽ, മേൽമണ്ണ് ഒലിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇൻഫിൽട്രേഷൻ അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ പോറസ് അല്ലാത്തൊരു റീജിയനാണ് നമുക്ക് വരാനുള്ളത്. ഇൻഫിൽട്രേഷൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടക്കുക മേൽമണ്ണിൽ തന്നെ, കാരണം അത് കുറച്ച് ലൂസായിരിക്കും, എയർ കണ്ടന്റ് ഉള്ള ഒരു സോയിലായിരിക്കും മേൽമണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഊർന്നിറങ്ങി പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് താഴത്തേക്കാണ് എത്തുള്ളൂ. അപ്പോൾ മേൽമണ്ണ് ഊർന്നു പോയി കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്ന വെള്ളമൊക്കെ നിൽക്കാണ്ട് ഒലിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഇൻഫിൽട്രേഷൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു സോയിൽ ഇറോഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം
നമുക്ക് സോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സോയിലിനെ കൺസർവ് ചെയ്യാനുള്ള പല സ്റ്റെപ്സും ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സോയിൽ കൺസർവേഷൻ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. അത് നമ്മൾ മരം വെട്ടുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ എഫോറസ്റ്റേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് സോയിൽ കൺസർവേഷന് ചെയ്യാവുന്ന ഒരു കാര്യം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യാൻ എഫോറസ്റ്റേഷനാണ് പരമപ്രധാനമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡക്വറ്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ. ആവശ്യമില്ലാണ്ട് ജിപ്സം, ആവശ്യമില്ലാണ്ട് ലൈമ്, ആവശ്യമില്ലാണ്ട് ഫെർട്ടിലൈസർ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒന്നും ആവശ്യമില്ലാണ്ട് ഒരു മണ്ണിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്താണോ കുറവ്, അത് എത്ര അളവിലാണോ കുറവ്, ആ ഒരു അളവിൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് തരിക. പകരം അതിൻ്റെ നാച്ചുറൽ ക്വാളിറ്റി, സോയിലിൻ്റെ നാച്ചുറൽ ക്വാളിറ്റി വരെ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫെർട്ടിലൈസറിൻ്റെ യൂസ് അഡക്വറ്റ് ആയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ അഡക്വറ്റ്ലി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റൊരു പോയിന്റാണ്. സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ സോയിൽ ഡീഗ്രഡേഷൻ നമ്മൾ തടയാൻ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് എടുക്കാൻ പറ്റുക.